സൈന്യത്തെ അധിക്ഷേപിച്ച് മധ്യപ്രദേശ് ഉപമുഖ്യമന്ത്രി ജഗദീഷ് ദേവ്ഡ. സൈന്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാൽക്കൽ വണങ്ങുന്നുവെന്ന് ഉപമുഖ്യമന്ത്രി ജഗദീഷ് ദേവ്ഡ. ജബൽപൂരിലെ പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യവെയാണ് മന്ത്രി വിവാദ പരാമർശം നടത്തിയത്. उस दिन से दिमाग में बहुत तनाव था पूरे देश के लोगों के दिमाग में कि जब तक इसका बदला नहीं लिया जाएगा और जिन माताओं के सिंदूर को मिटाने का काम जिन लोगों ने किया, जिन आतंकवादियों ने किया और जिन आतंकवादियों को जिनने पाला, जो पाल रहे हैं, उनको नेस्त नाबूद नहीं कर देंगे तब तक चैन की सांस नहीं लेंगे। और यशस्वी प्रधानमंत्री जी को हम धन्यवाद देना चाहेंगे और पूरा देश की वो सेना, वो सैनिक उनके चरणों में नतमस्तक है। उनके चरणों में पूरा देश नतमस्तक है। उन्होंने जो जवाब दिया है उसकी जितनी सराहना की जाए, जितना कहा जाए, एक बार उनके लिए जोरदार ताली बजा करके चाहे। സ്വാതി സന്തോഷ് ചേരുന്നു. സ്വാതി, മധ്യപ്രദേശിൽ നിന്ന് ഇപ്പോൾ രണ്ടാമത്തെ പ്രസ്താവനയാണ് സൈന്യത്തെ അപമാനിക്കുന്ന തരത്തിൽ വരുന്നത്. എന്താണ് അവിടുത്തെ ഉപമുഖ്യമന്ത്രി പറയുന്നത്? ഷമി, മധ്യപ്രദേശിലെ മന്ത്രിമാർ നിരന്തരമായി ഇത്തരത്തിൽ സൈന്യത്തെ അടക്കം അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ തുടരുകയാണ് എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. ഇപ്പോൾ വീണ്ടും വിവാദ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നത് മധ്യപ്രദേശിലെ ഉപമുഖ്യമന്ത്രിയാണ്. ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ജഗദീഷ് ദേവ്ഡെ ഒരു പൊതുപരിപാടിയിൽ, ജബൽപൂരിൽ നടന്നിട്ടുള്ള ഒരു പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യുകയാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. അദ്ദേഹം പറയുന്നത് സൈന്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാൽക്കൽ വണങ്ങുകയാണ് എന്നുള്ള വിവാദ പരാമർശമാണ് നടത്തിയിട്ടുള്ളത്. നേരത്തെ തന്നെ പ്രധാനമന്ത്രി നിരവധിയായിട്ടുള്ള സൈനിക താവളങ്ങളടക്കം സന്ദർശിക്കുകയും ഇവരെയൊക്കെയും പ്രശംസിക്കുകയും ചെയ്തിട്ടുള്ള ഘട്ടമുണ്ട്. അതേസമയം തന്നെ വലിയ രാഷ്ട്രീയപരമായി സൈന്യത്തെ അടക്കം ഉപയോഗിക്കുകയും സൈനിക നടപടികളെയും അപമാനിക്കുകയും ഈ ഖുറേഷി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ അടക്കം അപമാനിക്കുന്ന പ്രചാരണങ്ങളും വിവാദ പ്രസ്താവനകളും മന്ത്രിമാർ തുടരുന്ന ഘട്ടത്തിൽ BJP വലിയ പ്രതിരോധം ഈ ഒരു നിമിഷത്തിൽ നേരിടുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടുള്ളത്. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സൈന്യം എടുത്തിട്ടുള്ള നടപടിയെ പ്രശംസിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ സൈന്യത്തിന് പിന്തുണ നൽകിയിട്ടുള്ള കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പ്രശംസിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടുള്ളത്. പ്രധാനമന്ത്രി, അതായത് തീവ്രവാദികളുടെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരായി കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ള നടപടി, കേന്ദ്ര സർക്കാർ സൈന്യത്തിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ളൊരു സൈനിക നടപടിയിലേക്ക് കടന്നത്. അങ്ങനെ പ്രധാനമന്ത്രിയുടെ കാൽക്കൽ വണങ്ങുകയാണ് ഇന്ത്യയുടെ സേനയും സേനാംഗങ്ങളും, ഇന്ത്യൻ സൈന്യവും സേനാംഗങ്ങളും എന്നുള്ള പരാമർശമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതേസമയം തന്നെ ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിയോ അതോടൊപ്പം കേന്ദ്ര സർക്കാരോ ദേശീയ നേതൃത്വമോ BJPയുടെ ദേശീയ നേതൃത്വമോ ഈ വിഷയത്തിൽ ഒരു പ്രതികരണവുമായി ഇതുവരെയും രംഗത്ത് വന്നിട്ടില്ല. പ്രത്യേകിച്ചും സൈന്യം ഈ ഘട്ടത്തിൽ നടത്തിയിട്ടുള്ള നടപടികൾ പ്രശംസാർഹമാണ്. കഴിഞ്ഞ ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ സംയുക്ത സൈന്യം നടത്തിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ, സൈനിക നടപടികൾ സ്വാതിയാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.